ഇപ്പൊ ലജത്തില് പോയി. വരുന്ന സ്ഥിരം സ്ഥലം എല്ലാ വ്ളോഗിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പോയിട്ട് ഈ വ്ളോഗ് കിട്ടിയല്ലോ. വ്ളോഗ് എടുക്കാൻ മറന്നുപോയി. അതല്ല, സോറി ഗൈസ്, മൈ മിസ്റ്റേക്ക് ഡ്യൂ ടു മൈ എന്താ പറയാ സം ടെക്നിക്കൽ ഇഷ്യൂസ് കുറെ മനുഷ്യന്മാർ വാസ് ദർ. അപ്പൊ അതുകൊണ്ടൊക്കെ ആഫ്റ്റർ ലോങ് ടൈം ആണ് ഞങ്ങൾ കാണുന്നത്. സോ കുറെ സംസാരിക്കാൻ അതിനെ കുറെ പരദോഷം അതൊക്കെ ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളെ സ്പോട്ടായി നത്തിങ് ബിഫോർ കോഫിയിലേക്ക് പോവാണ്. അപ്പോൾ യൂഷ്വലി ഞങ്ങൾ ഗാങ്ങിൽ ആരെങ്കിലും ഒരു ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അവരെ വക ട്രീറ്റ് നിർബന്ധമാണ്. യൂഷ്വലി ഈ സ്കൂൾ ഡേയ്സിലൊക്കെ ബർത്ത്ഡേ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങളൊക്കെ ട്രീറ്റ് കൊടുക്കലുണ്ട്. പക്ഷേ മജ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബർത്ത്ഡേ ആകുമ്പോൾ അങ്ങോട്ട് ലീവ് എടുത്താളേ, അതുകൊണ്ട് തന്നെ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ വിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് എന്തായാലും ട്രീറ്റ് വേണമെന്ന്. പക്ഷേ അവളെ ബർത്ത്ഡേ 7th പക്ഷേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് 8th. അവൾ 7th അവരെ അമ്മേൻ്റെ വീട്ടിലെന്തോ പോയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൾ സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ കുറേ പ്ലാനൊക്കെ ചെയ്ത് കേക്കൊക്കെ ബുക്ക് ചെയ്ത് ലാസ്റ്റ് മിനിറ്റിൽ കൊളാവുമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് എന്താ കൊളായില്ല. ഞങ്ങൾ പ്ലാൻ ചെയ്ത മാതിരിക്കാൻ നടന്ന്. എന്നിട്ട് ഞങ്ങൾ കേക്കൊക്കെ ഓർഡർ ചെയ്തതിന് 30 കണ്ടിട്ട് സർപ്രൈസ് ചെയ്യും. സർപ്രൈസായ ദൈവത്തിന് അറിയാം. അഭിനയിച്ചതാണോ എന്നും പറയാൻ കഴിയില്ല. ഞങ്ങൾ സങ്കടപ്പെടുത്തേണ്ട വിചാരിച്ചിട്ട് മറ്റൊക്കെ 20 വയസ്സ്. പ്ലീസ് പറയല്ലേ, ഞാൻ വയസ്സായി പറയല്ലേ. ഞങ്ങൾ എല്ലാ ബർത്ത്ഡേക്കും ഹാപ്പി ബർത്ത്ഡേ സോങ്ങിന് വരെ മജേൻ്റെ കൊറിയൻ വേർഷൻ ബർത്ത്ഡേ സോങ് ആണ് ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മജേൻ്റെ ബർത്ത്ഡേക്കും അത് തന്നെയാണ് പാടിയത്. അപ്പം ഞങ്ങൾ എല്ലാവരും ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നത് ഏത് ഭാഷയിൽ അവർ ബർത്ത്ഡേ പാടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ കുത്തും, മജയ്ക്ക് 20 വയസ്സായി മജയ്ക്ക് 20 വയസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ തീരെ ഇഷ്ടമല്ല. നമുക്ക് എല്ലാവർക്കും ഓരോ ബർത്ത്ഡേ വരുമ്പോൾ ഓരോ ഇമോഷൻസ് ആയിരിക്കും. ചെറുപ്പത്തിലൊക്കെ നമുക്ക് തോന്നും ഒന്ന് വേഗം വലുതായാൽ മതി. പക്ഷെ വലുതാവുമ്പോൾ തോന്നും അയ്യോ വലുതാവേണ്ട. ഈ ബർത്ത്ഡേ കേക്കിൻ്റെ മേലെ നമ്മൾ ഏജ് കാണുമ്പോൾ നമുക്ക് സങ്കടം, അയ്യോ പ്രായമായി വരികയാണ് എന്ന്. അതുമാതിരിയേനു മജക്കും. പിന്നെ കേക്കിൽ നമ്മൾ കളർ ആഡ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ കളർ ആഡ് ചെയ്ത് ഞങ്ങളെ മുഖത്തും ടീത്തിലൊക്കെ അവൾ തേച്ചിട്ട് ആ ബ്ലൂ കളർ ചെയ്യുന്നു. അത് പോക്കാൻ പറ്റ പാട് ഞങ്ങൾക്കേ അറിയുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എന്തായാലും കൂടിയതല്ലേ എന്തെങ്കിലും ഒരു റീൽസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെ ഫേമസ് ആയിട്ടുള്ള ഹാർട്ട് ഇങ്ങനെ മുഖാമുഖം വരച്ചിട്ട് നമ്മളൊരു ഫോട്ടോ എടുക്കുന്ന ഒരു റീലുണ്ട്. അത് ട്രൈ ചെയ്യാന്ന് വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, കേക്കിനെ കൊണ്ടൊക്കെ ഹാർട്ടൊക്കെ വരച്ച് ചെയ്ത് നോക്കി. പക്ഷേ എന്താ ഫ്ലോപ്പായി. ഞങ്ങൾക്ക് ഹാർട്ട് കിട്ടുന്നില്ല ഗൈസ്. എന്താണെന്നറിയില്ല, വലുതാക്കി വരയ്ക്കണം തോന്നുന്നു. അതുകൊണ്ടാണ് കിട്ടാഞ്ഞ്. എന്നിട്ട് കുറേ നേരം അതിൻ്റെ മേലെ ഇങ്ങനെ കളിച്ചിരുന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. പക്ഷെ കിട്ടുന്നേ ഇല്ല. എത്രയോ കളിച്ചതിൻ്റെ മേലെ. എന്നിട്ട് എന്താ അവസാനം മുഖത്ത് ആ ബ്ലൂ കളർ മാത്രമേ ഉണ്ടായിരുന്നു. അതിങ്ങനെ തുടച്ച് പോക്കാനേ നേരെ ഉണ്ടായിട്ടുള്ളൂ ഞങ്ങൾക്ക്. ഭയങ്കര ഇത് നമ്മള് കുറച്ച് അപ്പൊ എത്രയൊക്കെ കിട്ടിയാലും മതി വരൂല എന്ന് പറയില്ലേ, അതുമാതിരിയാണ് ഞങ്ങൾ ആദ്യത്തെ റീൽസ് എടുത്തപ്പോൾ ഫ്ലോപ്പായി. പക്ഷെ എന്നാലും ഞങ്ങൾ വിട്ടുകൊടുക്കൂല പറഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത റീൽസ് എടുക്കാന്ന് വിചാരിച്ച് എടുത്ത്. പക്ഷെ ഏകദേശം എവിടേക്കൊക്കെയോ കിട്ടിയതാണ് ഞങ്ങളൊരു വിചാരം. പക്ഷെ അതൊക്കെ ഇടുവോ ദൈവത്തിന് അറിയാം. സോ എന്താ എന്റെ വ്ളോഗിൽ ഇത് കൂട്ടണേ. ഇപ്പോഴൊക്കെ എടുത്തോണ്ടിരിക്കണേ. എടുക്കാതെയാ
അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്ത ഫ്രണ്ടായിട്ടുള്ള അവന്തിക ലാൻഡ് ചെയ്ത്. അപ്പോൾ അവന്തിക ഇടക്കിടക്ക് പറയുന്നുണ്ട് എന്നോട് അടുത്ത വ്ളോഗിൽ എന്നെയും കൂടി ആഡ് ചെയ്യണേ. അത് കേട്ടപ്പോൾ എൻ്റെ നെഞ്ചങ്ങോട്ട് ഇല്ലാണ്ടായി. എനിക്ക് ഇത്ര ഫാൻസോ എന്നൊക്കെ തോന്നിപ്പോയി. എന്തോ വലിയ യൂട്യൂബറാന്നുള്ള ഇതിലൊക്കെ പറയണേ. മജ അതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. ഇടയ്ക്ക് ട്രോളും, ഇടയ്ക്ക് എന്തൊക്കെയൊക്കെയോ പൊട്ടത്തരങ്ങൾ പറയുക. അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ചിരിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങൾക്ക് വട്ടം നിങ്ങൾ വിചാരിക്കരുത്. എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ട് ഓളെന്നെ ചിരിക്കുക. അപ്പോൾ അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ചിരി വരും. എന്നിട്ട് എനിക്ക് എന്നെ തോന്നിപ്പോയി ഇവളെൻ്റെ വ്ളോഗിൽ എന്നെ നാണം കെടുത്തോന്നൊക്കെ തോന്നിപ്പോയി. അങ്ങനെ ഷുഗർ സിസ്റ്റേഴ്സിലെ ട്രെൻഡിങ് ആയിട്ടുള്ള മെറ്റിൽഡ കേക്ക് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. അപ്പം അത് കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരാൾക്ക് തിന്നാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഭയങ്കര ഓവർ സ്വീറ്റ് ആണ്, പക്ഷെ ടേസ്റ്റ് ഹൈറ്റാണ് കേട്ടോ. അങ്ങനെ യൂഷ്വൽ എന്താ ഫുഡ് കണ്ടാൽ നമുക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. മജക്ക് തീരെ പറ്റില്ല. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് അങ്ങോട്ട് മെറ്റിൽഡേനും കാട്ടിയും ആർത്തിയിലായിരുന്നു മജ കഴിച്ചിരുന്നത്. എന്നിട്ട് മജ റിവ്യൂ ഒക്കെ ചെയ്യണ്ടേ. മജക്ക് ടേസ്റ്റ് കാരണം കൊണ്ട് വാക്കുകളൊന്നും വായിൽ പുറത്തോട്ട് വരുന്നില്ല. ഞങ്ങള് രാത്രി നടക്കാതെ വീഡിയോ ഇട്ടാലോ? ഞങ്ങൾ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇത്രയും നേരം വൈകിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ട്സ് ഗ്രൂപ്പായിട്ട് പോകുന്നത് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തില്ല. ഇത് പൊളിയെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ലാസ്റ്റ് ഞാൻ കോളേജിൽ ഒന്ന് കയറട്ടെ. സെറ്റ് ആക്കുന്നു. അപ്പൊ കുറെ കാലമായിട്ട് അല്ലിങ്ങനെ പറയുന്നത് പോയിട്ട് ബബിൾസ് ഊതണം. അപ്പൊ കുട്ടികളൊരു ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണല്ലോ നമ്മള്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരാളെ ഇന്ന് മേടിച്ച്, എന്നിട്ട് ഇവിടെ അത് ഊതി ഊതി ഊതി. പക്ഷെ കാറ്റടിക്കുന്നതോറും അത് ഞങ്ങളെ മേത്ത് തന്നെ വന്നിട്ട് ഇടിച്ചിട്ട് പൊട്ടല. അങ്ങനെ ഞങ്ങൾ ആ നൈറ്റ് ബ്യൂട്ടി ഒക്കെ എൻജോയ് ചെയ്ത് കാറ്റൊക്കെ കൊണ്ടിങ്ങനെ നടന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നത് ഒരു വേറെ തന്നെ ഫീലല്ലേ. അങ്ങനെ എൻജോയ് ആക്കി. മജക്ക് എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഹായ് ഗായ്സ്, നമ്മളിവിടെ മോമോ മാനിയിലാണ്. ഞങ്ങളിന്ന് താഴ്ത്തി ഹായ് ഗായ്സ്. അങ്ങനെ ഞങ്ങൾ അടുത്ത ഫുഡിങ് സ്പോട്ടിലെത്തി. അവിടെ നിന്നും മജേൻ്റെ വക വ്ളോഗിങ് ഉണ്ടായിരുന്നു. പിന്നെ എടുത്തിരിക്കുന്നവർ എന്ത് ചെയ്യുന്നു, അവരെന്ത് കഴിക്കുന്നു, അവരെയൊക്കെ അങ്ങനെ പരിതോഷനൊക്കെ പറഞ്ഞ് ഇരുന്ന്. പിന്നെ അവിടെ അങ്ങനെ പാട്ടൊക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മൂഡിലായിരുന്നു മജ. മജ ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കാൻ വരെ പോയി. മജക്ക് ഇങ്ങനെ എക്സൈറ്റ്മെന്റ്, പുറത്തിറങ്ങിയ എക്സൈറ്റ്മെന്റ് കയറി നിൽക്കുകയായിരുന്നു. അവന്തിക്കാൻ ശരിക്കും സ്കിന്നൊക്കെ അത് ഗ്ലോയിങ് ആയിട്ടില്ലേ? എന്താ അതിന്റെ അവന്തിക മോമോ മാനിലാണുള്ളത്. നമ്മളെ ഓർഡർ ആക്കിയിരിക്കുന്നത് സ്റ്റീം മോമോസ് ആൻഡ് ഷെസ്വാൻ മോമോസ്. കഴിച്ചോക്കാം, ഞാൻ കഴിച്ചോക്കാം. ചൂടില്ലേ? എങ്ങനെയുണ്ട് മജ? എന്താണ് വെച്ചത്? എന്താണ് ചിക്കൻ ലോലിപോപ്പ്.
അങ്ങനെ സ്നേഹം കാരണം അവന്തിക്ക് ആത്മജൻ്റെ നേരെ ഒരു ചിക്കൻ ലോളിപ്പോപ്പ് നീട്ടിയപ്പോൾ മജേൻ്റെ നോട്ടം കാരണേനു. അയ്യോ ഇവള് ഫുഡൊക്കെ ഷെയർ ചെയ്യും അങ്ങനെയാണ് മജ നോക്കിയേ. എന്തൊക്കെയൊക്കെയോ ഓർഡർ ചെയ്ത് ഇതൊക്കെ ഇങ്ങനെ തിന്ന് തീർക്കാൻ ഓർത്തിരിക്കുന്നു ഞാനും അതിനൊക്കെ. അങ്ങനെ ഞങ്ങൾ ദാഹിച്ചപ്പോൾ ദാഹം മാറ്റാൻ വേണ്ടിയിട്ട് എടുത്ത് ഒരു ചേട്ടനുണ്ടായിരുന്നു ഇങ്ങനെ നാരങ്ങ സർബത്തൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ചേട്ടനും ഒരു കച്ചവടം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ കയറിയിട്ട് മേടിച്ച്. അപ്പോൾ ആ വില കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ വിചാരിച്ച് വെറുതെ വലിയ കഫേയിലൊക്കെ പോയിട്ട് പൈസ കളയുന്നു വെർജിൻ മൊജിറ്റോ എന്നൊക്കെ പറഞ്ഞ് കുടിക്കുന്ന സാധനമല്ല ഇവിടെ 12 ഉറുപ്പ്യക്കൊക്കെ വെക്കുന്നത്. അത് കേട്ടപ്പോൾ ഞങ്ങൾക്കിങ്ങനെ അതിശയമായിപ്പോയി. മധുര ഇവിടെ സോഡ കുടിക്കാൻ ഇതാണ് ലാഭം. സത്യം നമുക്ക് വെറുതെ ഇങ്ങനെ എക്സ്പെൻസീവ് സത്യം പക്ഷെ തട്ടുകട ഫേമസ് സാധനം ആദ്യം കുടിച്ചോ നല്ല ടേസ്റ്റ് ഒന്നും കൂടി പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസത്തെ അർമാദമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്തായാലും നടക്കാമെന്ന് വിചാരിച്ചു. വയറ് ഫുള്ളായിട്ടും ദഹിച്ചോട്ടെ വിചാരിച്ച് നടന്നു. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് വീട്ടിലോട്ട് തിരിച്ചു പോയി.